കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് കാമിക ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 1:59 മുതൽ 9-ാം തീയതി രാവിലെ 11:04 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഏകാദശിയായി ആചരിക്കുന്നു. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഈ ഏകാദശിക്ക് പറയുന്ന പേര് കാമിക ഏകാദശി എന്നാണ്. അതായത് 9-ാം തീയതി ഏകാദശി, 8-ാം തീയതി ഒരിക്കലൂണ്, 10-ാം തീയതി പാരണ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏകാദശി എങ്ങനെ എടുക്കണം, ആർക്കൊക്കെ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. എനിക്ക് നല്ല പനി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. കാരണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ത്രോട്ട് പെയിൻ ഉണ്ട്, അതുകൊണ്ട് അധികം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പുള്ള ഏകാദശിയുടെ വീഡിയോകൾ കണ്ടാൽ മതി. അതിനകത്ത് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും. ആർക്കൊക്കെ എടുക്കാം, എന്തൊക്കെ കഴിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഏകാദശി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫോൾഡർ തന്നെ മാധവം എന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ട്. ഇനി പ്രധാനമായിട്ടും അറിയാനുള്ളത് ഏകാദശിയുടെ കഥയാണ്. ഒരിക്കൽ നാരദ മഹർഷി ഈ കാര്യം, ഈ ഒരു ഏകാദശിയുടെ ആ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യത്തെപ്പറ്റി ഭീഷ്മരോട് നാരദർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മർ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് കാമിക ഏകാദശി എന്നാണ് പറയുന്നത് എന്നും, മഹാവിഷ്ണുവിൻ്റെ 4 തൃക്കൈകളോടുകൂടി, അതായത് 4 തൃക്കൈകളോട് കൂടിയ മഹാവിഷ്ണു, ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയാണ് ഈ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്നും, തുളസിയിലകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നും, ഈ ദിവസം നമ്മൾ ഏകാദശി വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനേക്കാൾ പുണ്യം, അല്ലെങ്കിൽ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്ന അത്രയും പുണ്യം നമുക്ക് ലഭിക്കുന്നു എന്നും, സൂര്യഗ്രഹണ ദിവസവും ചന്ദ്രഗ്രഹണ ദിവസവും ഒക്കെ തന്നെ കുരുക്ഷേത്ര, കേദാര തുടങ്ങിയ പുണ്യഭൂമിയിൽ തർപ്പണം ചെയ്യുന്നതിനും സ്നാനം ചെയ്യുന്നതിൻ്റെയും ഒക്കെ തന്നെ ആ പുണ്യം, അത്രയും തന്നെ പുണ്യം നമുക്ക് ഈ ഏകാദശി എടുത്താൽ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പുണ്യം ആഗ്രഹിക്കുന്നുവോ, അതായത് പാപങ്ങളെ പേടിയുള്ളവർ, പുണ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാമെന്നും, ഒരാൾ തൻ്റെ ഭൂമി മുഴുവൻ ദാനം ചെയ്താൽ അയാൾക്ക് എത്ര പുണ്യം ലഭിക്കുന്നുവോ അത്രയും പുണ്യം, അതിനോളം പുണ്യം തന്നെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്യുന്നതിനോളം പുണ്യം ലഭിക്കുന്നു എന്നും, അതുപോലെ നമ്മൾ ഈ ആഭരണങ്ങൾ അണിയിച്ചിട്ട്, ധാരാളം ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും അണിയിച്ചിട്ട് പശുക്കളെ ദാനം ചെയ്യുമ്പോൾ നമുക്ക് എത്ര പുണ്യം ലഭിക്കുന്നുവോ അത്രത്തോളം പുണ്യം ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നുവെന്നും, തുളസിയിലകൾ കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിച്ചു കഴിഞ്ഞാൽ വലിയ അഭിവൃദ്ധി നമുക്കുണ്ടാകുമെന്നും, ഒരിക്കലും യമദേവൻ്റെ കൽപ്പനകളെ ഭയപ്പെടേണ്ടി വരില്ല, അതായത് പാപങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളിൽ നിന്നും വിട്ടകലുന്നു എന്നും, നരകവാസം ഒരിക്കലും ഉണ്ടാകുന്നില്ല, സ്വർഗവാസം, മോക്ഷം ലഭിക്കുന്നു എന്നുമൊക്കെ. കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്നാണ് വിശ്വാസം. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഏകാദശിയുടെ ഒരു കഥ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പണ്ട് ഒരു ക്ഷത്രിയന് ഒരു ബ്രാഹ്മണനുമായിട്ടുള്ള ഒരു കലഹത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് അറിയാതെ ഈ ബ്രാഹ്മണനെ കൊല്ലേണ്ടതായിട്ട് വന്നു. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റാണ്, മനഃപൂർവ്വമല്ല. അങ്ങനെ ഇദ്ദേഹം അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് മറ്റു ചില പുരോഹിതന്മാരെ സമീപിച്ചപ്പോൾ അവർ ആ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തില്ല. അതിനായി അവർ പറഞ്ഞ കാരണമെന്ന് പറയുന്നത്, അറിയാതെയാണെങ്കിലും ഒരു ബ്രാഹ്മണനെയാണ് വധിച്ചത്, അതുകൊണ്ട് തന്നെ ആ ഒരു ദോഷമുണ്ട്, ബ്രഹ്മഹത്യാ പാപമുണ്ട്. ആ പാപം ആദ്യം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്ത് നിങ്ങൾ മാറ്റണം, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഉപദേശിച്ചതനുസരിച്ചിട്ട് ഇദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിനെ, 4 തൃക്കൈകളോട് കൂടിയ ഭഗവാൻ മഹാവിഷ്ണുവിനെ തുളസിയിലകൾ കൊണ്ട് ആരാധിക്കുകയും കാമിക ഏകാദശി വ്രതമെടുത്ത് തൻ്റെ പശ്ചാത്താപം മുഴുവനും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനോട് ക്ഷമയാചിച്ചു. അറിയാതെ ചെയ്തു പോയ അപരാധമാണ്, ക്ഷമിക്കണം, എൻ്റെ പാപം നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ക്ഷമയാചിച്ച് ആ പശ്ചാത്താപ ഭാരത്തോടു കൂടി അദ്ദേഹം ആ വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയും പിന്നീട് ഈ പുരോഹിതർ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. ഈ കഥ
ഭീഷ്മ പിതാമഹൻ നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യം കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഏകാദശിയുടെ വ്രതകഥ. ഈ ഏകാദശിയുടെ വ്രതകഥ നമ്മൾ ഏകാദശി ദിവസം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പാരണ വീടുന്ന സമയത്തും ഈ കഥ പറഞ്ഞിട്ട്, ഈ കഥ അല്ലെങ്കിൽ ഏകാദശിയുടെ മഹത്വം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളുടെ ആ ഒരു പ്രാർത്ഥന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതല്ലാതെ ഏകാദശി മാത്രം അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏകാദശിയുടെ മഹത്വം കൂടി, ഓരോ ഏകാദശിയുടെയും മഹത്വം നമ്മൾ മനസ്സിലാക്കി അതറിഞ്ഞ് ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ അതിന് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. അപ്പോൾ എങ്ങനെയാണോ അറിയാതെ ചെയ്തു പോയ ആ ഒരു ബ്രഹ്മഹത്യാ പാപം പോലും ഭഗവാൻ ഈ ഒരു ഏകാദശി വ്രതം മനഃശുദ്ധിയോടുകൂടി ആ പശ്ചാത്താപ ഭാരത്തോടുകൂടി അദ്ദേഹം അത് ചെയ്തപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ പുറത്തു കൊടുത്തത്, ക്ഷമിച്ചത്, അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തത്, പാപമോചനം കൊടുത്തത്, അതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം ഭഗവാൻ ക്ഷമിച്ച് നമുക്ക് നന്മ ഉണ്ടാക്കി തരും എന്ന് വിശ്വസിച്ച് പൂർണ്ണമായ മനസ്സോടുകൂടി ഭഗവാനെ മഹാവിഷ്ണു രൂപത്തിൽ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തുളസി ഇലകൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കണം, നെയ്ദീപം തെളിയിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇനി അതുപോലെ ഓരോ പ്രദേശങ്ങളിലെയും പാരണാസമയം കൂടി പറയാം. ആദ്യമായിട്ട് കേരളത്തിൽ 10-ാം തീയതിയാണ്. 10-ാം തീയതി ഏകാദശിയുടെ പാരണ വീടേണ്ടുന്ന ദിവസങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അവസാനം മറ്റു ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അവിടെ ഏകാദശിയുടെ ദിവസത്തിന് വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. കേരളം 10-ാം തീയതി 6:15 മുതൽ 8 മണി വരെയാണ്. തമിഴ്നാട് 5:56 മുതൽ 8 മണി വരെ. കർണാടക 6:07 മുതൽ 8 മണി വരെ. ആന്ധ്രാപ്രദേശ് 5:59 മുതൽ 8 മണി വരെ. തെലങ്കാന 5:58 മുതൽ 8 മണി വരെ. ഒറീസ 5:25 മുതൽ 8 മണി വരെ. മഹാരാഷ്ട്ര 6:18 മുതൽ 8 മണി വരെ. മധ്യപ്രദേശ് 5:54 മുതൽ 8 മണി വരെ. ഗോവ 6:19 മുതൽ 8 മണി വരെ. ഉത്തർപ്രദേശ് 5:29 മുതൽ 8 മണി വരെ. ഗുജറാത്ത് 6:24 മുതൽ 8 മണി വരെ. ഡൽഹി 5:57 മുതൽ 8 മണി വരെ. ബീഹാർ 5:19 മുതൽ 8 മണി വരെ. ഹരിയാന 5:46 മുതൽ 8 മണി വരെ. പഞ്ചാബ് 5:52 മുതൽ 8 മണി വരെ. രാജസ്ഥാൻ 5:56 മുതൽ 8 മണി വരെ. ജാർഖണ്ഡ് 5:23 മുതൽ 8 മണി വരെ. ഛത്തീസ്ഗഡ് 5:46 മുതൽ 8 മണി വരെ. ഹിമാചൽ പ്രദേശ് 5:44 മുതൽ 8 മണി വരെ. ആസാം 4:53 മുതൽ 8 മണി വരെ. കൽക്കട്ട 5:12 മുതൽ 8 മണി വരെ. ഉത്തരാഖണ്ഡ് 5:42 മുതൽ 8 മണി വരെ. ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലും അതുതന്നെ 5:42 മുതൽ 8 മണി വരെ. കാശ്മീർ 5:50 മുതൽ 8 മണി വരെ. പോണ്ടിച്ചേരി 5:59 മുതൽ 8 മണി വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:08 മുതൽ 8 മണി വരെ. ദുബായ് 5:51 മുതൽ 6:30 വരെ. അബുദാബി 5:55 മുതൽ 6:30 വരെ. ബഹ്റിൻ 5:08 മുതൽ 5:30 വരെ. കുവൈറ്റ് 5:13 മുതൽ 5:30 വരെ. സൗദി അറേബ്യ 5:25 മുതൽ 5:30 വരെ. ദോഹ 5:05 മുതൽ 5:30 വരെ. ഷാർജ 5:50 മുതൽ 6:30 വരെ. ഒമാൻ 5:40 മുതൽ 6:30 വരെ. അർമേനിയ 6:08 മുതൽ 6:30 വരെ. സിംഗപ്പൂര് 7:05 മുതൽ 10:30 വരെ. ചൈന 5:42 മുതൽ 10:11 വരെ. മാലദ്വീപ്സ് 6:03 മുതൽ 7:30 വരെ. മലേഷ്യ 7:12 മുതൽ 10:30 വരെ. ജോർജിയ 6:04 മുതൽ 6:30 വരെ. ഓസ്ട്രേലിയ 6:47 മുതൽ 10:22 വരെ. റഷ്യ 4:51 മുതൽ 5:30 വരെ. ഫിലിപ്പൈൻസ് 5:41 മുതൽ 9:55 വരെ. സ്വീഡൻ 4:53 മുതൽ 10:13 വരെ. ഫിൻലാൻഡ് 5:21 മുതൽ 5:30 വരെ. അഡലേഡ് ഓസ്ട്രേലിയ 7:02 മുതൽ 10:35 വരെ. ന്യൂസിലാൻഡ് 7:19 മുതൽ 10:44 വരെ. ന്യൂസിലാൻഡ് 7:19 മുതൽ 10:44 വരെ. നേപ്പാൾ 5:31 മുതൽ 8:15 വരെ. UK മാഞ്ചസ്റ്റർ 5:40 മുതൽ 10:42 വരെ. ജർമ്മനി 5:40 മുതൽ 10:41 വരെ. ലിബിയ 6:27 മുതൽ 10:57 വരെ. ഇറ്റലി 6:13 മുതൽ 10:54 വരെ. അയർലൻഡ് 5:56 മുതൽ 10:59 വരെ. നോട്ടിംഗ്ഹാം UK 5:37 മുതൽ 10:39 വരെ. ഇസ്രായേൽ
6:01 മുതൽ 10:30 വരെ. ഉഗാണ്ട 6:51 മുതൽ 10:54 വരെ. നൈജീരിയ 6:22 മുതൽ 10:31 വരെ. സൗത്ത് ആഫ്രിക്ക 7:31 മുതൽ 11:05 വരെ. സാംബിയ 6:26 മുതൽ 10:17 വരെ. ന്യൂയോർക്ക് US 6:02 മുതൽ 10:41 വരെ. കാനഡ 5:58 മുതൽ 10:44 വരെ. ഇത്രയുമാണ് 9 ഏകാദശി, 10 പാരണ. ഇനി 8 ഏകാദശിയും 9 പാരണയും വീടേണ്ടുന്ന സ്ഥലങ്ങളാണ്. സാൻ ഫ്രാൻസിസ്കോ US. സാൻ ഫ്രാൻസിസ്കോ 8-ാം തീയതിയാണ് ഏകാദശി, 9-ാം തീയതി പാരണ. 9-ാം തീയതി രാവിലെ 6:20 മുതൽ 10:57 വരെ. അതുപോലെ ജോർദാൻ US 8 ഏകാദശി, 9 പാരണ, 5:57 മുതൽ 10:47 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 9 പാരണ, 8 ഏകാദശി, 5:56 മുതൽ 10:50 വരെ. സ്കോട്ട്ലാൻഡ് 8 ഏകാദശി, 9 പാരണ, 6:48 മുതൽ 10:56 വരെ. മാൾട്ട US 8 ഏകാദശി, 9 പാരണ, 5:58 മുതൽ 10:50 വരെ. അറ്റ്ലാന്റ US 8 ഏകാദശി, 9 പാരണ, അറ്റ്ലാന്റ US 6:55 മുതൽ 11:27 വരെ. ഇത്രയുമാണ് പാരണാ സമയങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഏകാദശി അനുഷ്ഠിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.